ഈ സമൂഹം ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്തൊരു സമൂഹമാകണം. നമ്മൾ മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ സമാധാനപരമായ സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമായി മാറ്റാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. ആ ഒരു കൂട്ടായ്മയാണ് ഈ ശ്രീനാരായണ മാനവധർമ്മം കൂട്ടായ്മ. ഈ വിഷയത്തിൻ്റെ ഉൽപ്പത്തി ഇങ്ങനെയായിരുന്നു. ഡൽഹിയിൽ ഒരു കൂട്ടം നാഷണലി വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ ലീഗൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ 25 പ്രസിദ്ധീകരിക്കാൻ ഒരു ബുക്ക് തയ്യാറാക്കുകയാണ്, സുപ്രീം കോടതിയുടെ 75 വർഷങ്ങളെക്കുറിച്ച്. അപ്പം 2000 സുപ്രീം കോടതിയുടെ 50 വർഷങ്ങളെക്കുറിച്ച് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ 75 വർഷത്തിനെ കുറിച്ച് ഒരു ബുക്ക് തയ്യാറാക്കുന്നു. അപ്പോൾ അവർ കുറച്ച് മാസം മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു, അവരെന്നോട് പറഞ്ഞു, സുപ്രീം കോടതിയും ജാതിയും എന്നുള്ളൊരു ചാപ്റ്റർ താങ്കൾക്ക് എഴുതാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എഴുതാമെന്ന് പറഞ്ഞു. വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം ഞങ്ങളുടെ ഉദ്ദേശം കാസ്റ്റ്ലെസ് സൊസൈറ്റിയാണ് എന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വി വോണ്ട് എ കാസ്റ്റ്ലെസ് സൊസൈറ്റി. പക്ഷേ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് കാണുന്നത് എന്താണ്? ഈ രാജ്യത്ത് ഈ കാസ്റ്റ് സിസ്റ്റം കൂടുതൽ ശക്തമാകുകയാണ്. ഇപ്പം നമ്മൾ ഒരു ഷോ ഓഫ് ഹാൻഡ്സ് കാണിച്ചാൽ ഇത് എത്ര ആൾക്കാർ അല്ല ഇവിടെ കാസ്റ്റ് സിസ്റ്റം വീക്കൺ ചെയ്യുകയാണെന്ന് ആരെങ്കിലും ഒരാൾ പോലും, ഇവിടെ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾ പോലും അത് പറയില്ല. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നു, പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറയുന്നു, ജുഡീഷ്യറി പറയുന്നു, നമുക്ക് വേണ്ടത് കാസ്റ്റ്ലെസ് സിസ്റ്റമാണ്. പക്ഷേ നമ്മുടെ ആക്ച്വൽ എക്സ്പീരിയൻസ് എന്താണ്? ഇവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ് സുപ്രിമസി കൂടിക്കൊണ്ട് വരികയാണ്. പുറകോട്ട് പോവുകയാണെങ്കിൽ ജനാധിപത്യം പുറകോട്ട് പോവുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഇന്ന് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. 75 വർഷം മുമ്പ് ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തു. അത് ചൈന ഒരു പീപ്പിൾസ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് ഒക്ടോബർ 49 അന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് ഇന്ത്യ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തത്. ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണ്? ചൈന ഡിക്ലെയർ ചെയ്തു, ഞങ്ങളൊരു പീപ്പിൾസ് റിപ്പബ്ലിക്കാണ്, ഇവിടെ ഇരിക്കുന്ന ഭരണകൂടത്തിനെല്ലാം അട്ടിമറിച്ച് ഞങ്ങളൊരു പീപ്പിൾസ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അതായിരുന്നു സോവിയറ്റ് യൂണിയനിലും മറ്റ് പല സ്ഥലങ്ങളിലും നടന്നത്. പക്ഷേ ഇന്ത്യയിൽ നടന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. വി ദ പീപ്പിൾ, അന്ന് ലോകത്തിൻ്റെ 14% ജനത, പാവപ്പെട്ട ജനത, നിരക്ഷരായ ജനത, ദരിദ്രരായ ജനത വന്നിട്ട് പറഞ്ഞത് എന്താണ്? ഞങ്ങളൊരു രാഷ്ട്രത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പക്ഷേ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. ഹാവിങ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇന്ത്യ എന്നല്ല പറഞ്ഞത്. ഹാവിങ് റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അന്ന് വരെ ഇന്ത്യയിൽ ജനാധിപത്യമില്ല, സോഷ്യലിസം ഇല്ല, സെക്യുലറിസം ഇല്ല, ഇതൊന്നുമില്ല. വിപ്ലവ പ്രഖ്യാപനമായിരുന്നു ജനങ്ങളുടെ. ഞങ്ങൾ ഒരു പുതിയ രാഷ്ട്രത്തിനെ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു. അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളൊരു ഡെക്ലറേഷൻ അല്ലായിരുന്നു. ഒരു റെവല്യൂഷണറി ഇൻറ്റൻറ്റാണ്. ആ റെവല്യൂഷണറി ഇൻറ്റൻറ്റിൻ്റെ സോൾ പർപ്പസ് ആർട്ടിക്കിൾ 38 പറയുന്നത് എന്താണ്? The state shall promote the welfare of the people as effectively as it may by securing a social order. Economic order അല്ല, political order, social order in which justice shall inform all institutions of national life എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയൊരു സോഷ്യൽ ഓർഡർ ഉണ്ടാക്കാനാണ് ഈ വി ദ പീപ്പിൾ ഒന്നിച്ച് വന്ന് ഒരു പുതിയൊരു പ്രഖ്യാപനം നടത്തുന്നത്. ബേസ്ഡ് ഓൺ സെക്യുലറിസം, സോഷ്യലിസം, ഡെമോക്രസി, ഫ്രീഡം, ലിബർട്ടി, ഡിഗ്നിറ്റി, ഫ്രറ്റേണിറ്റി. അതൊരു വലിയൊരു റെവല്യൂഷനായിരുന്നു. ഈ ലോകത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയിൽ വലിയൊരു നാഴികക്കല്ലായിരുന്നു 75 വർഷം മുമ്പ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ എവിടെ നിൽക്കുന്നു? സ്വീഡനിലെ ഗോട്ടൻബർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ ഇതിനെക്കുറിച്ച് നിരന്തരം പറയുകയാണ്, പലയിടത്തും ആൾക്കാർക്ക് അറിയില്ല. പക്ഷേ അവർ ഈ 200 രാജ്യങ്ങളെക്കുറിച്ച് 200 ഇൻഡിക്കേറ്റേഴ്സിൽ ഈ ഏറ്റവും വലിയ ഡേറ്റാബേസ് അവർ മെയിൻറ്റെയിൻ ചെയ്യാണ് ഡെമോക്രസിയെക്കുറിച്ച്.
അവർ 4 ടൈപ്സ് ഓഫ് രാജ്യങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നു. 2 തരത്തിലുള്ള ഡെമോക്രസിയും 2 തരത്തിലുള്ള ഏകാധിപത്യങ്ങളും, ഓട്ടോക്രസിയും. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ലിബറൽ ഡെമോക്രസി, പിന്നെ ഇലക്ടറൽ ഡെമോക്രസി. ലിബറൽ ഡെമോക്രസി എന്ന് വെച്ചാൽ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യം ഉള്ള രാജ്യങ്ങളാണ് ലിബറൽ ഡെമോക്രസി. ഇലക്ടറൽ ഡെമോക്രസി എന്ന് വെച്ചാൽ പല സ്വാതന്ത്ര്യങ്ങളും ഇല്ല, ദാരിദ്ര്യമുണ്ട്, വലിയ അസമത്വമുണ്ട്, പക്ഷേ ഇലക്ഷൻസ് ഫ്രീ ആൻഡ് ഫെയർ ആണ്. അതായിരുന്നു ഇലക്ടറൽ ഡെമോക്രസി. ഓട്ടോക്രസി എന്ന് വെച്ചാൽ 2 തരം ഓട്ടോക്രസി. ഒന്ന് ഇലക്ഷൻ ഉള്ള ഓട്ടോക്രസി, ഒന്ന് ഇലക്ഷൻ ഇല്ലാത്ത ഓട്ടോക്രസി. ഇലക്ഷൻ ഇല്ലാത്ത ഓട്ടോക്രസിയിൽ ഒരാൾ രാജാവ് പ്രഖ്യാപിക്കും, ഞാനാണ് രാജാവ്, പിന്നെ അത് ഭരണമാറ്റമില്ല. അതാണ് ഈ ക്ലോസ്ഡ് ഓട്ടോക്രസി എന്ന് പറയുന്നത്. മറ്റേത് ഇലക്ടറൽ ഓട്ടോക്രസിയാണ്. ഇലക്ടറൽ ഓട്ടോക്രസിയിൽ ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ അല്ല, പക്ഷേ നേതൃത്വം മാറിക്കൊണ്ടിരിക്കും. ഇലക്ഷൻസ് മാനിപ്പുലേറ്റഡ് ആണ്. ഓപ്പോസിഷനെ ജയിലിലാക്കും, സ്വാതന്ത്ര്യമില്ല, സമത്വമില്ല, ഈ ഗവൺമെൻറ് അതോറിറ്റീസിനെ ഉപയോഗിച്ച്. ഇപ്പോൾ സിംഗപ്പൂർ ഇലക്ടറൽ ഓട്ടോക്രസിയാണ്, എന്ന് വെച്ചാൽ ഓപ്പോസിഷന് നിലനിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇന്ത്യ ഇത്രയും നാൾ ഒരു ഇലക്ട്രൽ ഡെമോക്രസി ആയിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇന്ത്യ ഇലക്ട്രൽ ഓട്ടോക്രസി ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഫ്രീഡം ഹൗസ് എന്ന് പറഞ്ഞ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഒരു ഫ്ലോഡ് പാർഷ്യൽ ഡെമോക്രസി ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഇക്കോണമിസ്റ്റിൻ്റെ UK ഇക്കോണമിസ്റ്റിൻ്റെ ഇൻ്റലിജൻസ് യൂണിറ്റ് ഡൗൺഗ്രേഡഡ് ഇന്ത്യ ടു ഫ്ലോഡ് ഡെമോക്രസി. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഡെമോക്രസി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നമ്മളിപ്പോഴും ഓട്ടോക്രസിയിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഇത് ഇലക്ട്രൽ ഓട്ടോക്രസി ആയതുകൊണ്ട് പലതരത്തിലുള്ള ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മളൊരു ഡെമോക്രസി എന്നാണ്. ആക്ച്വലി നമ്മൾ ഡെമോക്രസിയിലല്ല എന്നാണ് ഈ ഇൻ്റർനാഷണൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഴ്സ് മറ്റു പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഡെമോക്രസി. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഈ ഫ്രഞ്ച് ഡെക്ലറേഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് മാനിൽ ആർട്ടിക്കിൾ 16 പറയുന്നത് ഈ ദാറ്റ് കൺട്രി വേർ ദർ ഇസ് നോ സെക്യൂരിറ്റി ഓഫ് റൈറ്റ്സ് ആൻഡ് നോ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഡസ് നോട്ട് ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് ഓൾ എന്നാണ്. അപ്പോൾ ഒരു ബേസിക് ലോ വെറും ലോയിൽ നിന്നും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു സ്റ്റേറ്റസിലേക്ക് വരണമെങ്കിൽ ആ രാജ്യത്ത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് വേണം, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് വേണം, ഈ റൂൾ ഓഫ് ലോ വേണം. എന്നാലേ ഈ ബേസിക് ലോസിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേര് കൊടുക്കാനൊക്കെ ഉള്ളൂ. അക്കോർഡിംഗ് ടു ദി ഐഡിയോളജി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം, നോ ആർബിട്രറി പവർ, ചെക്സ് ആൻഡ് ബാലൻസസ്, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറയാനൊക്കെ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നോർത്ത് കൊറിയയിൽ ഇപ്പോൾ ചോദിച്ചാൽ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, പക്ഷേ അത് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. അപ്പം നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നു. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു പോലീസുകാരൻ വന്ന് പിടിച്ചുകൊണ്ട് പോയാൽ ഒരു രക്ഷയില്ല, ഒരു പ്രതിവിധിയില്ല നമുക്ക്. നമ്മുടെ റൈറ്റ്സ് സെക്യൂർ അല്ല, നമ്മുടെ മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സ് സെക്യൂർ അല്ല, എനി ടൈപ്പ് ഓഫ് മൈനോറിറ്റി. നമ്മുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് സെക്യൂർ അല്ല, ഫ്രീഡം ഓഫ് പ്രസ് കോംപ്രമൈസ്ഡ് ആണ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബീങ് അബ്യൂസ്ഡ്. ഇപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഡെമോക്രസി ഇല്ല. ഇവിടെ ആക്യുറേറ്റ്ലി സ്പീക്കിംഗ് കോൺസ്റ്റിറ്റ്യൂഷനെ തരം താഴ്ത്തി ഒരു ഓർഡിനറി ലോ ആക്കി മാറ്റിയിരിക്കുകയാണ്. തിയോളജിയിൽ നിന്നും ബേസിക് മൂല്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല, തിയോക്രസിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു ക്രൈസിസിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ തുടങ്ങി 75 വർഷം കഴിഞ്ഞ് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ICUവിലാണ്. പല അവയവങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവങ്ങളെല്ലാം നിലച്ചു കഴിഞ്ഞു. അത് രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചിലർ പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയായിരുന്നു, പലരും പറയുന്നു എന്തിനാണ് നിങ്ങൾ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളല്ല പറഞ്ഞത്, ഇത് ഡൽഹിയിൽ നിന്ന് അവർക്കുള്ളൊരു നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക്കാണ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്നത് വാസ്തവത്തിൽ ഒരു സ്ട്രഗിൾ ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് സം കൈൻഡ് ഓഫ് സോഷ്യൽ ഓർഡർ. അതിൻ്റെ പേരെന്താണ് നമുക്ക് അതിലേക്ക് വരാം. ഒരു സോഷ്യൽ ഓർഡറിനെ പ്രിസർവ് ചെയ്തിട്ട് മറ്റൊരു സോഷ്യൽ ഓർഡറിൻ്റെ ഇമർജൻസിനെ തടയാൻ വേണ്ടി ഒരു സമരമാണ് നടക്കുന്നത്. ആ പഴയ സോഷ്യൽ ഓർഡറിൻ്റെ പേരാണ് നമ്മൾ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ബേസിക്കലി അതിനെ ഹിന്ദുയിസം എന്നും ഹിന്ദുത്വ എന്നും സനാതനധർമ്മം എന്നും പല പേരുകളും വെച്ച് പറയാണ്. പക്ഷേ ഈ പഴയ സോഷ്യൽ ഓർഡർ, നമ്മളെല്ലാം അടിമകളും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ആൾക്കാരും ആയിട്ടുള്ള ആ സോഷ്യൽ ഓർഡറിനെയാണ് നമ്മൾ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാർഗമാണ് നമുക്ക് ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ തന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ഓൾഡ് സോഷ്യൽ ഓർഡർ.
അപ്പോൾ അതിനെ പ്രിസർവ് ചെയ്തിട്ട് ഒരു പുതിയ സോഷ്യൽ ഓർഡർ കൊണ്ടുവരുന്ന സ്ട്രഗിളിനെ കുറിച്ചാണ് നമ്മൾ വാസ്തവത്തിൽ ഇന്ന് ശ്രദ്ധിക്കുന്നത്. അതിൽ സുപ്രീം കോടതിയുടെ റോൾ എന്താണ്, എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ റോൾ ഇത്ര ഇമ്പോർട്ടൻറ്റ്? ഞാനിപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ്തവത്തിൽ ഈ പഴയ സോഷ്യൽ ഓർഡറിനെ മാറ്റി പുതിയ സോഷ്യൽ ഓർഡർ കൊണ്ടുവരാൻ വളരെ പവർഫുൾ ഇൻസ്ട്രുമെൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിട്ട് ഇന്നലെ 75 വർഷം ആയി തികഞ്ഞു. ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കറിൻ്റെ അവസാനത്തെ സ്പീച്ച് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി November 25, 1949 അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഒരുപാട് ആശങ്കയുണ്ട്, എനിക്ക് ഒരുപാട് ഐ എം പെർട്ടർബ്ഡ് എന്ന് പറഞ്ഞു. നമ്മുടെ ജനാധിപത്യം സർവൈവ് ചെയ്യുമോ, നമ്മളുടെ സ്വാതന്ത്ര്യം സർവൈവ് ചെയ്യുമോ, ഇവിടെ ഫ്രെറ്റേണിറ്റി ഉണ്ടാകുമോ, ഈ റിപ്പബ്ലിക് സർവൈവ് ചെയ്യുമോ എന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഗുഡ്. എൻ്റെ ഒരു റിലേറ്റീവ് വന്നിട്ടുണ്ട്, അദ്ദേഹം പറയുന്നു പ്രശ്നം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആണോ എന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഗുഡ് ഇഫ് ദ പീപ്പിൾ ഹു വർക്ക് ഇറ്റ് ആർ ഗുഡ്. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ബാഡ് ഇഫ് ദ പീപ്പിൾ ഹു വർക്ക് ഇറ്റ് ആർ ബാഡ്. എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സൈറ്റ് ഓഫ് സ്ട്രഗിൾ ടു ക്രിയേറ്റ് എ ന്യൂ സൊസൈറ്റിയാണ്. അപ്പോൾ അതിൽ ആരാണ് അധികാരം, ആരുടെ കയ്യിലാണ് അധികാരം നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഉപയോഗിച്ച് ഈ പഴയ സോഷ്യൽ ഓർഡറിനെ ഡിഫെൻഡ് ചെയ്യുകയാണ് സുപ്രീം കോടതിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും, ഇവിടുത്തെ ഉള്ള നേതൃത്വം. ഈ നേതൃത്വം ആരാണ്? അത് ഡോക്ടർ അംബേദ്കർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കിയാണെന്ന് പറഞ്ഞു. ഒരു ഓളിഗാർക്കി, അതാണിപ്പോൾ നടക്കുന്നത്. 4 കമ്മ്യൂണിറ്റീസാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. കേരളത്തിനെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയും അവരുടെ ഡിസെൻഡൻസ് ആണെന്ന് യൂണിലാറ്ററൽ ക്ലെയിം ചെയ്യുന്ന മറ്റ് 2 കമ്മ്യൂണിറ്റീസും അവരാണ്. ആ ഓളിഗാർക്കിയാണ് കേരളത്തിനെ ഭരിക്കുന്നത്. ഏത് സ്റ്റേറ്റിൽ നോക്കിയാലും 3-4 കമ്മ്യൂണിറ്റീസിൻ്റെ കയ്യിലാണ് പവർ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം, ഈ ഓളിഗാർക്കിയുടെ കയ്യിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. അവർ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ വ്യാഖ്യാനിക്കുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അവരുടെ ഇൻട്രസ്റ്റിനെ നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഈ ഓൾഡ് സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം എങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കണം? പക്ഷേ അവർ പറയുന്നത് നേരെ മറിച്ചാണ്. ഇത് കാസ്റ്റ്ലെസ് സൊസൈറ്റി ആക്കണം, സ്വതന്ത്ര സൊസൈറ്റി ആക്കണം, അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതെന്താണ് ആക്ച്വലി ഇവർ ചെയ്യുന്നതെന്ന് കുറച്ചുകൂടെ സൂക്ഷ്മമായി അനലൈസ് ചെയ്യണം. അതുകൊണ്ട് ആദ്യം ഞാൻ 2-3 പാർട്ടിലാണ് സംസാരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ആദ്യത്തെ പാർട്ട് എന്താണ് കാസ്റ്റ്. നമ്മൾക്ക് വലിയൊരു കൺഫ്യൂഷനുള്ളൊരു കോൺസെപ്റ്റാണ്. കാസ്റ്റ് എന്താണ്, വർണ്ണം എന്താണ്, ജാതി എന്താണ്, ഒരു ക്ലാരിറ്റിയുമില്ല. ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു 10-15 ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ് ഉണ്ട്. അവർ പോലും പറയുന്നു, അതിൻ്റെ ഏറ്റവും വലിയ അതോറിറ്റി പ്രൊഫസർ GS ഘുരിയയാണ്, ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ് MN ശ്രീനിവാസ്. ഇവരൊക്കെ പറയുന്നത് എന്താണ്, കാസ്റ്റ് കനോട്ട് ബി ഡിഫൈൻഡ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞങ്ങൾ പറയാം, പക്ഷേ കാസ്റ്റ് കനോട്ട് ബി ഡിഫൈൻഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്കൊരു ഡെഫിനിഷൻ ഇല്ല. മറിച്ച് നമ്മൾ ബാബാ സാഹബ് അംബേദ്കർ, നാരായണ ഗുരു, അയ്യൻകാളി, നമ്മുടെ പെരിയാർ, ഫൂലെ, ഇവരുടെ റൈറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇവരുടെ പ്രവൃത്തികൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കാസ്റ്റ് എന്താണെന്ന് വ്യക്തമായി അറിയാം. പക്ഷേ ഈ ഓളിഗാർക്കിക്കുള്ള ആൾക്കാർക്ക് അറിയില്ല. നമുക്കറിയാം എന്താണ് കാസ്റ്റ് എന്ന്. അപ്പോൾ അവരും ആക്ച്വലി ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല, വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ഈ ഓൾഡ് ഓർഡറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ദി ഓൾഡ് ഫ്യൂഡൽ സോഷ്യൽ ഓർഡർ, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ അപ്പോൾ എനിക്ക് ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ലോ, എനിക്ക് കാസ്റ്റിനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ സുപ്രധാനമായിട്ടൊരു ഒരു കോൺസെപ്റ്റാണ്. ഒരു ഡെഫിനേഷൻ ഇല്ലാതെ ഐ കനോട്ട് വർക്ക് ഓൺ ഇറ്റ്. അപ്പോൾ എനിക്ക് സോഷ്യോളജിസ്റ്റ്, ആന്ത്രോപോളജിസ്റ്റ് ഒരു ഡെഫിനേഷൻ കിട്ടുന്നില്ല, ഇക്കോണമിക്സിന് കിട്ടുന്നില്ല, പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പം ഐ ഹാവ് ഡെവലപ്ഡ് എ ലീഗൽ ഡെഫിനേഷൻ ഓഫ് വാട്ട് ഇസ് കാസ്റ്റ്. അപ്പോൾ ഐ വിൽ ബിഗിൻ വിത്ത് എക്സ്പ്ലെയിനിങ് വാട്ട് ഇസ് കാസ്റ്റ് അക്കോർഡിംഗ് ടു ഫ്രം എ ലീഗൽ പെർസ്പെക്റ്റീവ്. ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് ഇവിടെ ഒരു സോഷ്യൽ സ്ട്രക്ചർ, വെരി റഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സോഷ്യൽ സ്ട്രക്ചറാണ്. ഏറ്റവും അടിയിൽ ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ, തൊട്ട് മുകളിൽ ഒരു ഫാമിലി, ബാക്കിയുള്ളത് സോഷ്യൽ ഗ്രൂപ്പ്സാണ്. അത് കാസ്റ്റ് ആകാം, എനി ടൈപ്പ് ഓഫ് സോഷ്യൽ. ലോകത്തുള്ള എല്ലായിടത്തും സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഇല്ലാത്ത ഒരു സൊസൈറ്റി ഇല്ല. മാൻ സോഷ്യൽ ആനിമലാണ്. അപ്പോൾ അത് സോഷ്യൽ ഗ്രൂപ്പ്സാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ആ സോഷ്യൽ ഗ്രൂപ്പ്സ് ഇതെല്ലാം സെൽഫ് ഫോംഡ് ആണ്. റിലിജനും ഉണ്ട്. അപ്പോൾ പല റിലിജൻസും ഉണ്ട്. ഇതൊരു പ്യുവർ സോഷ്യൽ സ്ട്രക്ചറാണ്. ഇതിനെയാണ് ചിലപ്പോൾ ലെഫ്റ്റിലെ ആൾക്കാരും റൈറ്റിലെ ആൾക്കാരും സ്വത്വം എന്ന് പറയുന്നത് അറ്റാക്ക് ചെയ്യുന്നത്. ഈ മുകളിലുള്ള 2 ലൈൻ, റിലിജൻ, സ്വത്വം,
സമുദായ സ്വത്വം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഈ സമുദായങ്ങളെ നമ്മൾ ജാതികൾ എന്നാണ് പറയുന്നത്. ആക്ച്വലി ജാതികളല്ല. അത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നാരായണഗുരുവാണ്. നാരായണഗുരു പറയുന്നു ജാതി എന്നുള്ള വാക്കിൻ്റെ പേര് ജന്മരീതി എന്നാണ്. ജൻ പ്ലസ് കത്തിൻ, ജന്മരീതി. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഒരു ജാതി മനുഷ്യന്. എന്നിട്ട് ഗുരു പറയുന്നു മനുഷ്യർക്ക് 4 തരം ജന്മരീതികളല്ല, ഒരു തരം. പശുവിന് പോലെ മനുഷ്യന് ഒരു ജന്മരീതിയുള്ളൂ, ഒരു യോനി, ഒരു ആകാരം എന്ന് അറിഞ്ഞൂടാത്ത ഈ ലോകത്ത് ആരുമില്ല. കോപ്പിന ഈ ബ്രാഹ്മണാദികൾ ഒഴിച്ച് ആ കഷ്ടം എന്ന് ഗുരു പറയുന്നു. എല്ലാവർക്കും അറിയാം മനുഷ്യർക്ക് ഒരു ജന്മരീതിയുള്ളൂ, മനുഷ്യർ ഒരു സ്പീഷീസാണ്. പക്ഷേ നമ്മൾ ഈ ഗ്രൂപ്പ്സ് ജാതികളാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? നമ്മളെല്ലാം ഡിഫറെൻറ്റ് സ്പീഷീസ് ആണെന്നാണ് പറയുന്നത്. ഞാൻ ഒരു ഈഴവ ജാതി എന്ന് പറഞ്ഞാൽ ഈഴവര ഒരു സെപ്പറേറ്റ് സ്പീഷീസാണ്. ധീവര ഒരു ജാതിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു സ്പീഷീസാണെന്നാണ് പറയുന്നത്, ഹ്യൂമൻസ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് വെച്ചാൽ ജാതി സ്പീഷീസ് ഡിഫറൻസിയേഷനാണ്. അതില്ല. ഞാൻ ആരോ ഒരു സർക്കുലേറ്റ് ചെയ്ത് കണ്ടു, ഇത് എന്ത് അതോറിറ്റേറ്റീവ് ആണോ എന്നറിയില്ല. ഗുരുവിനോട് സഹോദരൻ അയ്യപ്പൻ മിശ്ര വിവാഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഗുരു പറയുന്നു അയ്യോ അത് വളരെ മോശമാണെന്ന് പറയുന്നു. അപ്പോൾ സഹോദരൻ ചോദിക്കുന്നു അത് എന്തിനാണ് ഗുരു അങ്ങനെ അത് മോശമാണെന്ന് പറയുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞു മിശ്ര വിവാഹം എന്ന് വെച്ചാൽ 2 ജാതികൾ തമ്മിലുള്ള വിവാഹമാണ്. അതായത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വിവാഹങ്ങളാണ്. മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്. അപ്പോൾ 2 മനുഷ്യർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് ചോദിക്കാനും പറയാനും? അത് നാച്ചുറലാണ്, അതിൽ ഒരു പ്രശ്നവുമില്ല. ഇത് ജാതികളല്ല. മിശ്ര ജാതി വിവാഹം എന്ന് പറഞ്ഞാൽ 2 സ്പീഷീസ് തമ്മിലുള്ള വിവാഹമാണ്. അതെങ്ങനെ നടക്കും എന്നാണ് ഗുരു ചോദിച്ചത്. അല്ലാതെ മനുഷ്യരൊരു ജാതിയാണ്. അപ്പോൾ ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് ഈ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ മുകളിൽ വരുന്ന ഒരു സിസ്റ്റം ഇതാണ് കാസ്റ്റ് സിസ്റ്റം. അതെന്താണ്? ഈ കാസ്റ്റ് സിസ്റ്റം അനുസരിച്ച് ഈ കാസ്റ്റ് സിസ്റ്റം ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ഏത് സൊസൈറ്റി, ഇപ്പോൾ ഇത് ഇന്ത്യ അല്ല നോർവേ ആണെന്നിരിക്കട്ടെ, നോർവേയിൽ വ്യക്തികളുണ്ട്, ഫാമിലിയുണ്ട്, സമുദായങ്ങളുണ്ട്, സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഇൻഡോ ആര്യന്മാർ നോർവേയിൽ പോയിട്ട് അവിടെ ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ 5 കാറ്റഗറി അനൗൺസ് ചെയ്യും. എന്നിട്ട് പറയും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെയും ഫാമിലിയെയും ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യില്ല, സമുദായങ്ങളെ മാത്രമേ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. വ്യക്തിയും നിങ്ങൾ ജനിക്കുന്നത് ഏത് പേരൻസിലേക്കാണ്, ഏത് സമുദായങ്ങൾ, അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ സമുദായത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. വ്യക്തി എന്നുള്ള എക്സിസ്റ്റൻസ് നിങ്ങൾക്കില്ല, ഫാമിലി എന്നുള്ള എക്സിസ്റ്റൻസ് നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇൻഡിവിജ്വൽ ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം, ഫാമിലി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം, കമ്മ്യൂണിറ്റി നേഷന് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം പറയും നിങ്ങൾക്ക് മാൻഡറ്ററി ആയിട്ട് എല്ലാവരും സമുദായ ഗ്രൂപ്പിൻ്റെ അംഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ജന്മനാൽ ഒരു സമുദായത്തിൻ്റെ അംഗങ്ങളാകുന്നു. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അവർ പറയുന്നു ഞങ്ങൾ ഓരോ സമുദായത്തിനെയും ഈ 5 കാറ്റഗറിയിലേക്ക് ഞങ്ങൾ ഇടാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാ സമുദായങ്ങളെയും ഈ 5 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ, അത് ഈ നമ്പർ 1 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് തീരുമാനിക്കുന്നത്. ഈ കാറ്റഗറി എന്താണ്, നിങ്ങളുടെ സമുദായം ഏത് കാറ്റഗറിയിൽ പോകും എന്ന് തീരുമാനിക്കുന്നത് നമ്പർ 1 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അവരടുത്ത് പോയി നെഗോസിയേഷൻ നടത്തും. ഇവിടെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരെ ഈ നമ്പർ 1 കാര്യം നമ്പർ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. അപ്പോൾ അവർ പോയി പറയണം ഇല്ല ഞങ്ങൾ നമ്പർ 2 ആണ്, ഞങ്ങൾ നമ്പർ 4 അല്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൽ കുറേ പൊളിറ്റിക്കൽ നെഗോസിയേഷൻസും എല്ലാം നടക്കും ഈ ക്ലാസിഫിക്കേഷൻ കാറ്റഗറൈസേഷൻ സിസ്റ്റത്തിൽ. അപ്പോൾ ഈ സമുദായങ്ങളെ കാറ്റഗറൈസ് ചെയ്യാണ്. ഈ കാറ്റഗറൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് ആർ ഗിവൺ ടു ഈച്ച് കാറ്റഗറി. അപ്പോൾ നമ്പർ 1 ആൻഡ് നമ്പർ 2 മാക്സിമം സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് കാണും. നമ്പർ 3 അതിനേക്കാളും കുറവ്, പക്ഷേ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് ഉണ്ട്. നമ്പർ 4 അതിനേക്കാളും കുറവ്, പക്ഷേ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമിക് റൈറ്റ്സ് ഉണ്ട്. 5th കാറ്റഗറിയിൽ പെടുന്ന സമുദായങ്ങൾക്ക് യാതൊരു സിവിൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സും ഇല്ല, ഒരു ചോയ്സും ഇല്ല, ഒരു റൈറ്റ്സും ഇല്ല. നിങ്ങൾക്ക് ഇക്കണോമിക് റൈറ്റ്സ് ഇല്ല, അസോസിയേഷൻ റൈറ്റ്സ് ഇല്ല, പഠിക്കാൻ റൈറ്റ്സ് ഇല്ല, ചിന്തിക്കാൻ റൈറ്റ്സ് ഇല്ല, വേഷവിധാനങ്ങൾ ചൂസ് ചെയ്യാനും പോലും ഒരു റൈറ്റ്സും ഇല്ല. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി നമ്പർ 5 പോവുകയാണെങ്കിൽ നമുക്ക് ഒരു റൈറ്റ്സും ഇല്ല. വ്യക്തിയായിട്ടും റൈറ്റ്സ് ഇല്ല, ഫാമിലി ആയിട്ടും റൈറ്റ്സ് ഇല്ല. അപ്പോൾ ആ 5 പോകുന്ന കമ്മ്യൂണിറ്റിയെ
റൈറ്റ്സ് എല്ലാം എടുത്ത് കളയാണ്. 1, 2, 3, 4 കമ്മ്യൂണിറ്റീസിന് റൈറ്റ്സ് കൊടുക്കുന്നു. 5 പെടുന്ന കമ്മ്യൂണിറ്റീസിന് ഒരൊറ്റ റൈറ്റ്സും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സമുദായ സോഷ്യൽ സിസ്റ്റം ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം ഇസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം. ടു വെസ്റ്റ് ആൻഡ് ഡൈവെസ്റ്റ് civil, political and economic rights from individuals, families and groups and control that. ഇപ്പോൾ എല്ലാ വ്യക്തികളെയും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഇവരുടെ ആ സമുദായങ്ങളെ ഇവർ കൺസോൾഡേറ്റ് ചെയ്യാണ്. നാഗമയ്യ പറയുന്നു ട്രാവൻകോർ സെൻസസിൻ്റെ 1881 സെൻസസിൽ 377 സമുദായങ്ങളെ ഞാൻ 45 കാസ്റ്റ് ആയിട്ട് ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് ഈ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഭരിക്കുന്നത്. അപ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഫോർ ഡിസൈഡിങ് സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ്. ഒരു സോഷ്യൽ ഇതല്ല. ഇത് സ്വത്വമായിട്ട് യാതൊരു ബന്ധവുമില്ല കാസ്റ്റ് സിസ്റ്റത്തിന്. സ്വത്വം എന്ന് വെച്ചാൽ സമുദായങ്ങളുടെ സ്വത്വമാണ്, അത് കാസ്റ്റ് സിസ്റ്റം അല്ല. ഈ പൊളിറ്റിക്കൽ സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം. അതിൽ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള നമ്പർ 1, 2, 3, 4 കമ്മ്യൂണിറ്റീസ് അതിനെ വലുതായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല, ചെറുതായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മലയാളി മെമ്മോറിയലൊക്കെ എഴുതി കൊടുക്കും. അല്ലെങ്കിൽ വലിയ പ്രതിഷേധമൊന്നുമില്ല. പക്ഷേ നമ്പർ 5 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് യാതൊരു പ്രതിവിധിയില്ല. അവർക്ക് യാതൊരു റൈറ്റ്സും ഇല്ല, ഒന്നും ചെയ്യാനൊക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ വി മേക്ക് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ സോഷ്യൽ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് സമുദായം, communities, and the caste system, which is a political system of 5 categories, simply to കൊടുക്കാനും എടുത്തു കളയാനുള്ള ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഈ കാസ്റ്റ് സിസ്റ്റം. അതിനെ അനൈഹിലേറ്റ് ചെയ്യണം എന്നാണ് ബാബാ സാഹേബ് അംബേദ്കർ പറയുന്നത്. അതിൻ്റെ ഫണ്ടമെൻ്റൽ തിയറിറ്റിക്കൽ ബേസിസാണ് ഗുരു എടുത്ത് കളയുന്നത്. ഗുരു പറയുന്നത് ഈ 4 കാറ്റഗറിയെ ജസ്റ്റിഫൈ ചെയ്യുന്നത്, അതാണ് ഞാനൊരു റിലീജിയസ് സിമ്പിൾ മുകളിലിട്ടത്. ഈ കാറ്റഗറൈസേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഇത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ നിന്നാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. 4 ജാതികളുണ്ട്, ബാക്കിയുള്ളവർ പഞ്ചമരാണ്, അവിടെ നിന്നാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. അതിനെ ഗുരു ഇല്ലാതാക്കുന്നു. ഗുരു പറയുന്നു ഈ ജാതികളെക്കുറിച്ച്, അവരുടെ സ്റ്റേറ്റസിനെ കുറിച്ചുള്ള, അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സ്റ്റേറ്റസിനെ കുറിച്ചുള്ള വർണ്ണനമാണ് വർണ്ണമെന്ന് ഗുരു പറയുന്നു. ജാതി ഉണ്ടാകുന്നത് ഋഗ്വേദത്തിലാണ്, വർണ്ണം ഉണ്ടാകുന്നത് എന്താണ്? വർണ്ണം എന്ന് വെച്ചാൽ ഈ ജാതികളുടെ വർണ്ണനമാണ്, അവരുടെ റൈറ്റ്സിൻ്റെ വർണ്ണനമാണ് വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ വർണ്ണനത്തിൻ്റെ ആവശ്യമില്ല. ഇല്ലാത്തതിനെക്കുറിച്ച് എന്തിനാണ് വർണ്ണിക്കുന്നത്? അതുകൊണ്ട് വർണ്ണമില്ല. അപ്പോൾ ഗുരു ജാതിയും വർണ്ണത്തിനെ എടുത്തു കളയുന്നു. അംബേദ്കർ ഇതിനെ അനൈഹിലേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഈ സ്ട്രക്ചർ ഒരു സൊസൈറ്റി അല്ല എന്ന് പറയുന്നു. അംബേദ്കർ പറയുന്നു ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ അതൊരു സൊസൈറ്റിയാണ്, ആ സൊസൈറ്റിയിലേക്ക് നമ്മൾ റിസ്റ്റോർ ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ ടോട്ടലി റിവേഴ്സ് ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം വ്യക്തിക്ക് എല്ലാ റൈറ്റ്സും കൊടുക്കുന്നു, എല്ലാ വ്യക്തികൾക്കും. അതാണ് ഇത് ഇൻവേർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം വ്യക്തിയാണ്, ഇൻഡിവിജ്വൽ റൈറ്റ്സ്, പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ വ്യക്തികൾക്ക് റൈറ്റ്സ് കൊടുക്കുന്നു. ഈ വർണ്ണ സിസ്റ്റം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിക്കും റൈറ്റ്സ് ഇല്ല. ഈവൻ നമ്പർ 1 സ്ലേവറിയിൽ അങ്ങനെയായിരുന്നു. പക്ഷേ സ്ലേവറിയിൽ വെള്ളക്കാർക്കും വ്യക്തിപരമായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, സ്ലേവ്സിനില്ല. പക്ഷേ ഈ സിസ്റ്റത്തിൽ ബ്രാഹ്മിൻസിന് പോലും വ്യക്തിപരമായിട്ടുള്ള റൈറ്റ്സ് ഇല്ല, ആർക്കും ഇല്ല. ഒരു നമ്പൂതിരി പെൺകുട്ടിയെ ഇല്ലത്തിന് പുറത്താക്കി കഴിഞ്ഞാൽ ആ കുട്ടി അതോടുകൂടി ഈ ആരുമല്ല. You can only be recognized as a member of a group. You have no recognition as a human being in this Varna system. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ നേരെ ഇതിനെ തിരിക്കുന്നു, നേരെ ഇൻവേർട്ട് ചെയ്തിട്ട് വ്യക്തിക്ക് റൈറ്റ്സ് കൊടുക്കുന്നു, വ്യക്തിക്ക് എല്ലാ റൈറ്റ്സും കൊടുക്കുന്നു. ഈ കമ്മ്യൂണിറ്റിയുടെ ബേസിസ് തന്നെ ഫ്രീഡം ഓഫ് അസോസിയേഷനിൽ നിന്ന് വരുന്നു, അല്ലാതെ ട്രഡീഷനിൽ നിന്നും വേദങ്ങളിൽ നിന്നും റിലീജിയസ് ബുക്സിൽ നിന്നും അല്ല. ഫ്രീഡം ഓഫ് അസോസിയേഷനിൽ നിന്ന് വരുന്നു, ഫ്രീഡം ഓഫ് റിലിജനിൽ നിന്ന് വരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കംസ് ദ ബേസിസ് ഓഫ് ഓൾ ഗ്രൂപ്പ്സ്. അതിൻ്റെ പുറത്ത് നിന്നും ഒരു ഗ്രൂപ്പിനും ഒരു ലീഗാലിറ്റി നമുക്ക് സ്റ്റേറ്റിന് അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കില്ല. ഇറ്റ് ഹാസ് ടു കം വിതിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാമിലിയെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഗ്രൂപ്പ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. മോർ ഇമ്പോർട്ടൻ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 1, 2, 3, 4 ഗ്രൂപ്പ് റൈറ്റ്സ് എടുത്തു കളയുന്നു. ഈ 1, 2, 3, 4 ഒരു ഗ്രൂപ്പ് റൈറ്റ്സും കൊടുക്കുന്നില്ല. ഈ 5 എന്നുള്ള കാറ്റഗറി കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെങ്കിലും 5-ൽ പെട്ട ആൾക്കാർക്ക് ഗ്രൂപ്പ് റൈറ്റ്സ് കൊടുക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. SC, ST, OBC എന്ന് പറഞ്ഞ് 5-ൽ പെട്ട കാറ്റഗറിക്ക് ഗ്രൂപ്പ് റൈറ്റ്സ് കൊടുക്കുന്നു. ഇപ്പോൾ വർണ്ണ സിസ്റ്റത്തിൽ റൈറ്റ്സ് ഉള്ള ഗ്രൂപ്പ്സാണ് ടോപ്പ് ഗ്രൂപ്പ്സ്, റൈറ്റ്സ് ഇല്ലാത്ത ഗ്രൂപ്പ് ബോട്ടം ഗ്രൂപ്പാണ്.
ഇതിനെ നേരെ ഇൻവേർട്ട് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ SC എന്ന് പറയുന്നത് മുമ്പ് ഈ വർണ്ണ സിസ്റ്റത്തിൽ ബ്രാഹ്മിൻസിന് ഉണ്ടായിരുന്ന അതേ സ്റ്റേറ്റസാണ് SC ST ഉള്ളത്, ഏറ്റവും കൂടുതൽ റൈറ്റ്സ് ഉള്ള ഗ്രൂപ്പ്. അതാണ് SC സ്റ്റേറ്റസിനെ പ്രിസർവ് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യുന്നുള്ളത് വളരെ വലിയൊരു സിഗ്നിഫിക്കൻസ് ആണ്. അതിലൂടെ നമ്മൾ ഈ വർണ്ണ സിസ്റ്റത്തിനെ ടോട്ടലി ഡിസ്ട്രോയ് ചെയ്യാണ്, ഇൻവേർട്ട് ചെയ്യാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിവിജ്വൽ റൈറ്റ്സ് കൊടുക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ് റൈറ്റ്സിനെ എടുത്തു കളയുന്നു, ആൻഡ് ഈ കാറ്റഗറി 5ക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, സോ ദാറ്റ് യു ക്യാൻ ബി റിസ്റ്റോർഡ് ടു ഫുൾ റൈറ്റ്. അങ്ങനെ പറയുമ്പോൾ ആരാണ് മൈനോറിറ്റി? നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ 2 മൈനോറിറ്റീസായിട്ട് സർദാർ പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി റെക്കഗ്നൈസ് ചെയ്തിരുന്നത് മുസ്ലിംസ് ആൻഡ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സാണ്. എന്തുകൊണ്ട്? വിമൻ, ട്രാൻസ്ജെൻഡർ, ഇവരൊക്കെ മൈനോറിറ്റീസാണ്. എന്തുകൊണ്ട്? മൈനോറിറ്റി മീൻസ് ഒരു ഫുൾ റേഞ്ച് ഓഫ് സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത, പെർമിറ്റ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരാണ് മൈനോറിറ്റി. എത്ര ചെറുതായാലും ഫുൾ റേഞ്ച് ഓഫ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് dominant group. They can never be a minority. But as a group, if you are not allowed to enjoy the full range of social, economic and political rights, then you are a minority. Because ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു, ഒരു റൈറ്റ് തരുന്നു, ആ റൈറ്റ് എൻജോയ് എല്ലാവർക്കും ഈക്വലി എൻജോയ് ചെയ്യേണ്ട റൈറ്റ്സ് ആണ്. ജെൻഡറും റിലിജനും കാസ്റ്റും ഒന്നും നോക്കാതെ എല്ലാവർക്കും എൻജോയ് ചെയ്യണം. അത് അപ്പോൾ സൊസൈറ്റിയും കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ വലിയൊരു ബാറ്റിൽ നടക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ തരുന്നു, റൈറ്റ്സ് തരുന്നു, അതേ സൊസൈറ്റി അതിനെ ന്യൂട്രലൈസ് ചെയ്യാണ്. സൊസൈറ്റി ജുഡീഷ്യൽ പൊസിഷൻസ് എടുക്കുന്നു, എക്സിക്യൂട്ടീവ് പൊസിഷൻസ് എടുക്കുന്നു, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ പൊസിഷൻസ് എടുക്കുന്നു, ഇലക്ഷൻസ് നിൽക്കുന്നു, ജയിക്കുന്നു, എന്നിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെയൊക്കെ ഇല്ലാതാക്കുകയാണ്. അതാണ് റിയാലിറ്റി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഓളിഗാർക്കിയിൽപ്പെട്ട 2%-2.5% ആൾക്കാരാണ് ഈ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, അതിലേക്ക് ഞാൻ വരുന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജസ് ആയിട്ടുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ചെറിയ ഓളിഗാർക്കിയിൽപ്പെട്ടവരാണ്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ സുപ്രീം കോടതിയുടെ റെവല്യൂഷണറി ഇൻറ്റൻറ്റിനെ അല്ല, ഈ ഓളിഗാർക്കീസ് വ്യൂ ആണ്. അത് ആക്ച്വലി അക്രോസ് 75 ഇയേഴ്സ് ഓളിഗാർക്കിയുടെ, ഞാൻ ഒരു വ്യക്തിപരമായിട്ടൊരു ജഡ്ജിനെ പറയുകയല്ല, പല എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷേ ആസ് എ ഗ്രൂപ്പ് ഓവർ 75 ഇയേഴ്സ് ഒരേ ഗ്രൂപ്പിൽ നിന്ന്, ഈ 3-4 കമ്മ്യൂണിറ്റീസിൽ നിന്ന് മാത്രം ജഡ്ജസ് വരുന്നു. ആ കമ്മ്യൂണിറ്റിയിൽ അത് പല ജഡ്ജസും നാഷണലി ഇൻ്റർനാഷണലി അക്നോളജ് ചെയ്തിട്ടുണ്ട്. ഒരു ജഡ്ജ് ഒരു വ്യക്തിയാണ്. നമ്മളെല്ലാവരും നമ്മൾ വളരുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മളുടെ ദൃഷ്ടിയും സങ്കല്പവും ഒക്കെ വരുന്നത്. അപ്പോൾ അവർ ഒരേ ഗ്രൂപ്പിൽ നിന്ന് ഇവർ വരുമ്പോൾ, ഇവർ മോസ്റ്റ്ലി ദേ ആർ മെയിൽ, ദേ ആർ ഓൾഡ്, ദേ ആർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി, they are conservative, they are traditionalist. ഈ ഒരു ബഞ്ച് ഓഫ് ഓൾഡ് മെൻ, അവരുടെ വ്യൂ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ജൂറിസ്പ്രൂഡൻസ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊരു റെപ്രസെൻറ്റേഷൻ ഇല്ല, ഒരു വെറൈറ്റി ഇല്ല, സ്ത്രീകളില്ല, ഈ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഇല്ല, ഇവരുടെ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റെവല്യൂഷണറി ഇൻറ്റൻറ്റ് മനസ്സിലാക്കി we must be aware that when this kind of Supreme Court speaks, they do not speak for the revolutionary intent of the Constitution. They reflect the views of the oligarchy. എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാറ്റണമെങ്കിൽ we need a representative judiciary that will reflect the views of everyone. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് മാത്രമല്ല, ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇറാഖിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ വെപ്പൺസ് ഓഫ് കാസ്റ്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് മാത്രമല്ല, ഈ ഇൻവേർഷൻ മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ പല പ്രൊവിഷൻസും 25 വളരെ പവർഫുൾ വെപ്പൺസ് ഓഫ് കാസ്റ്റ് ഡിസ്ട്രക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി, ആർട്ടിക്കിൾ 13 voids all customs and usages that violate the fundamental rights. വളരെ പവർഫുൾ പ്രൊവിഷനാണ്. അത് ജുഡീഷ്യറി ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. നമ്മുടെ ശബരിമല കേസിൽ അത് അപ്ലൈ ചെയ്യുന്നില്ല, നമ്മൾ വാദിച്ചിട്ടും അപ്ലൈ ചെയ്യുന്നില്ല. Number, you cannot have a continue a tradition which violates fundamental rights. Judiciary will not apply it. Why? Because they are reflecting the views of the oligarchy, not the views of the constitution or the views of the people. അതുപോലെ ആർട്ടിക്കിൾ 21(1)(b) സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഫോമിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ പവർ കൊടുക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. അത് നടക്കാൻ ആരും സമ്മതിക്കുന്നില്ല. 26
ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഡിസ്ക്രിമിനേഷൻ, ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, റിസർവേഷൻ, ഇതിൻ്റെ ഒരു വെപ്പൺ ഓഫ് കാസ്റ്റ് ഡിസ്ട്രക്ഷനാണ് റിസർവേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. വെപ്പൺ ഓഫ് കാസ്റ്റ് ഡിസ്ട്രക്ഷൻ. ആർട്ടിക്കിൾ റിസർവേഷൻ ഇൻ ലോക്സഭ, ഇതെല്ലാം ഒരുപാട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ് ഓൺ കാസ്റ്റ്, നാഷണൽ കമ്മീഷൻസ്, ഒരുപാട്. പിന്നെ കോർ ഡെമോക്രാറ്റിക് നോംസ്, ഈഗാലിറ്റേറിയൻ, ആൻറ്റി വർണ്ണ വാല്യൂസ് ഓഫ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രെറ്റേണിറ്റി, ഇതൊക്കെ ടോട്ടലി ഒപ്പോസ് ടു വർണ്ണ വാല്യൂസാണ്. അതിൽ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നില്ല, ലിബർട്ടിയിൽ വിശ്വസിക്കുന്നില്ല, ഇക്വാളിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ യൂണിവേഴ്സൽ വാല്യൂസാണ്, പാശ്ചാത്യ വാല്യൂസ് ഒന്നുമില്ല. എല്ലാ മനുഷ്യർക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന, നമുക്ക് എല്ലാവർക്കും സമത്വം വേണം, സ്വാതന്ത്ര്യം വേണം, സ്വാഭിമാനമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ വാല്യൂസ് എല്ലാം ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ ക്ലിയർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ വാട്ട് ഹാസ് ദ സുപ്രീം കോർട്ട് ഡൺ?